وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 51-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. മൂസാ നബി അലൈഹിസ്സലാമയും അനുയായികളും ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ട് സീനാ മരുഭൂമിയിലെത്തിയതും അവിടെ വെച്ച് വേദഗ്രന്ഥമായ തൗറാത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് 40 ദിവസത്തോളം ഭജനമിരിക്കുവാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവുമായി കരാർ നിശ്ചയിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത് വഇദ് വഅദ്നാ മൂസ 40 ലൈല, മൂസായുമായി 40 രാവുകൾ നാം കരാർ നിശ്ചയിച്ച സന്ദർഭം ഓർക്കുക എന്നാണ്. ഇനി തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ ഇത്തഖത്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. പിന്നെ നിങ്ങൾ അക്രമികളായി ഒരു കാളക്കുട്ടിയെ സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക എന്നാണ്. അതായത് ഇസ്രായേൽ സന്തതികൾ അവരുടെ അക്രമ സ്വഭാവം പ്രകടമാക്കിക്കൊണ്ട് ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ദൈവമായി സ്വീകരിച്ചു എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ചരിത്രം നമ്മൾ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിൽ നിന്നുള്ള നിരവധി അനുഗ്രഹങ്ങൾ നേർക്കുനേരെ അനുഭവിച്ച ഒരു വിഭാഗമാണ് ഇസ്രായേൽ സന്തതികൾ. മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു അവരെ സഹായിച്ചത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടരാണ് ബനു ഇസ്രായേലിയർ. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ബനു ഇസ്രായേലിയരുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഇബ്നു കസീർ റഹിമഹുല്ല തന്റെ അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തത്. നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണത്. എന്താണ് ആ വിഷയം? ഇസ്രായേൽ സന്തതികളിൽ മൂസാ നബി അലൈഹിസ്സലാമയോടൊപ്പം രക്ഷപ്പെട്ട ചില ആളുകൾക്ക് ഫിർഔൻ മരിച്ചു എന്ന വിഷയത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാവുകയും ഫിർഔൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് വരെ ചില ആളുകൾ പറഞ്ഞു തുടങ്ങി എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കടലിനോട് അയാളുടെ ശരീരം തിരമാലകൾക്ക് മീതെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചതും ഫിർഔൻ തിരിച്ചറിഞ്ഞിരുന്ന അയാളുടെ പടച്ചട്ട ഉൾപ്പെടെയുള്ള ശരീരം കടലിൽ ഉയർത്തപ്പെട്ടതും എന്നൊക്കെ ആ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എന്താ സഹോദരങ്ങളെ ഈ ചരിത്രം നമ്മെ അറിയിക്കുന്നത്? അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നേർക്കുനേരെ അനുഭവിച്ചിട്ടും മാനസികമായി അള്ളാഹുവെ അറിയുവാനും മറ്റു ഇതര സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അവരിൽ ഒരു കൂട്ടർ തയ്യാറായിട്ടില്ല എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ നോക്കൂ, സൂറത്ത് അഹ്റാഫിലെ 138-ാമത്തെ ആയത്ത്. അവിടെ കാണാം വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹ്റ, ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി രക്ഷപ്പെടുത്തി. ഫഅതൗ അലാ ഖൗമി യഖുഫൂന അലാ അസ്നാമിൻ ലഹും, എന്നിട്ട് തങ്ങളുടെ ബിംബങ്ങളുടെ മുമ്പാകെ ഭജനമിരിക്കുന്ന ഒരു ജനതയുടെ അടുക്കൽ അവർ ചെന്നെത്തി. ഖാലു യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹത്തും, അവർ പറഞ്ഞു, ഹേ മൂസ, ഇവർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നീ ഏർപ്പെടുത്തി തരണം. ഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, അദ്ദേഹം പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനവിഭാഗമാകുന്നു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ആരാണ് ഇവിടെ ഞങ്ങൾക്കും ഇതുപോലെയുള്ള ദൈവങ്ങളായി ബിംബങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഫിർഔനും സൈന്യവും നശിപ്പിക്കപ്പെടുകയും മൂസാ നബി അലൈഹിസ്സലാമയും ബനു ഇസ്രായേലിനും ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അതും അവർക്ക് വേണ്ടി ആ കടൽ പിളർത്തിയത് തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നേർക്കുനേരെ കണ്ടനുഭവിച്ച ഒരു കൂട്ടർ, അവർ ആ ചെങ്കടൽ കടന്നതിന് ശേഷം വഴിമധ്യേ ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവർ താമസിക്കുന്ന സ്ഥലത്തെത്തിച്ചേരുകയാണ്. ആ ജനങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതും അവയുടെ ചുറ്റും ഭജനത്തിലിരിക്കുന്നതും ധ്യാനത്തിലിരിക്കുന്നതും കണ്ടപ്പോൾ
ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ചിലർക്ക് അവർ പണ്ടുകാലത്ത് നടത്തിയ ബിംബാരാധനയും പശുവിനെ പൂജിക്കലും ഒക്കെ ഓർമ്മ വരികയാണ്. അക്കാലഘട്ടത്തിൽ പശുക്കളെ പൂജിക്കുന്ന സമ്പ്രദായം, അതുപോലെ തന്നെ ബിംബങ്ങളെ പൂജിക്കുന്ന സമ്പ്രദായം അത് ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് ഇസ്രായേലരുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ പശുക്കളെ പൂജിക്കുന്ന സ്വഭാവങ്ങൾ, ആ ഒരു അവസ്ഥ അത് പരക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ദുഷിച്ച സംസ്കാരമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അധികാരത്തിലും പ്രതാപത്തിലുമൊക്കെ ഉന്നതങ്ങളിൽ നിന്നിരുന്ന ദുഷ്ടനായ ഫിർഔന്റെ അക്രമങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുവാൻ കാരണം അവർ മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതാണ്. പക്ഷെ അതെല്ലാം വളരെ പെട്ടെന്ന് മറന്നുകൊണ്ട് ബഹുദൈവ ആരാധകരായ ആളുകൾ അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെ ഞങ്ങൾക്കും ഈ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ വേണം, ഇവർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നീ ഏർപ്പെടുത്തി തരണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിയോട് ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം അവർക്ക് വേണ്ടത്ര ആഴത്തിലുള്ളതല്ല എന്നാണ് സഹോദരങ്ങളെ ഇത് തെളിയിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാകും. ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട്, ഏറ്റവും വലിയ മുൻഗണന നൽകിക്കൊണ്ട് പഠിപ്പിച്ച ഒരു വിഷയമാണ് അള്ളാഹുവെ മാത്രം ആരാധിക്കണം, മറ്റു വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ദുർമൂർത്തികളെയും ആരാധിക്കുവാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടി പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയെന്ന് സൂറത്തു നഹ്ലിലെ 36-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാമിയും വളരെ കൃത്യമായി തന്നെ തന്റെ സമുദായത്തിന് പഠിപ്പിച്ച ഒരു കാര്യമാണ് അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്നും മറ്റു വിഗ്രഹങ്ങളെ ഒരിക്കലും തന്റെ ജീവിതത്തിൽ ആരാധിക്കാൻ പാടില്ല എന്ന വിഷയം മൂസാ നബി അലൈഹി സ്വലാം വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു വിഷയമാണ്. സമുദ്രം പിളർത്തിക്കൊണ്ട് ഇസ്രായേലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സീനാ മരുഭൂമിയിൽ എത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ മുഴുവൻ സഹായവും നേരിൽ അനുഭവിച്ച ഒരു കൂട്ടം ആളുകളാണ്. അതെല്ലാം മറന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന അതിഗൗരവമായ വിഷയം മറന്നുകൊണ്ട് ശിർക്കിന്റെ വഴിയിലേക്ക് അഥവാ ബഹുദൈവ ആരാധനയുടെ വഴിയിലേക്ക് പോകുന്നത്. ഇസ്രായേലരുടെ ഈ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് വേണം സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 51-ാമത്തെ ആയത്തിലൂടെ അവരെ കുറിച്ച് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കാൻ. വേദഗ്രന്ഥമായ തൗറാത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് 40 ദിവസത്തോളം വചനമിരിക്കാൻ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവുമായി കരാർ നിശ്ചയിച്ചത് പ്രകാരം അദ്ദേഹം സീനായിലേക്ക് പോകുമ്പോൾ തന്റെ അഭാവത്തിൽ ഇസ്രായേലരുടെ നേതൃത്വം മൂസാ നബി അലൈഹി സ്വലാമിയുടെ സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിയെയാണ് അദ്ദേഹം ഏൽപ്പിച്ചിരുന്നത്. മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് പോയ ശേഷം സാമിരി എന്ന് പേരായ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും മൂസാ നബി അലൈഹി സ്വലാം തേടിപ്പോയ ദൈവമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവർ ആരാധിക്കുവാൻ തുടങ്ങുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ പറഞ്ഞത്, സുമ്മത്തഖത്തുമുൽ അജ്ല മിൻ ബഅദിഹി വ അൻതും ളാലിമൂൻ. പിന്നെ നിങ്ങൾ അക്രമികളായി ഒരു കാളക്കുട്ടിയെ സ്വീകരിച്ച സന്ദർഭം ഓർക്കുക എന്ന്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വിഷയത്തെക്കുറിച്ച് അടുത്തു വരുന്ന ആയത്തിലും പരാമർശമുള്ളത് കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് ചർച്ച ചെയ്യാം. ഇനി നമുക്ക് ഈ 51-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്ന വിഷയം അത് തജ്വീദോടുകൂടിയുള്ള പാരായണമാണ്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.